കോൺഗ്രസിന് മുന്നറിയിപ്പുമായി എത്തുകയാണ് മുസ്ലിം ലീഗ്. നേതാക്കൾ അപക്വമായ പ്രസ്താവനകൾ നടത്തരുത്. പ്രസ്താവനകൾ നടത്തുന്നതിന് മുൻപ് മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന് ആലോചിക്കണമെന്നും മുന്നണിയും പാർട്ടിയും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണെന്നുമാണ് PMA സലാം പ്രതികരിച്ചത്. വെൽഫെയർ പാർട്ടി വോട്ടുകൾ UDFന് കിട്ടിയിട്ടുണ്ടെന്നും PMA സലാം വ്യക്തമാക്കി. ഈ വെൽഫെയർ സഖ്യം എന്ന് പറഞ്ഞാൽ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നത് LDFന്റെ ഒരു ഇടൻ അജണ്ടയായിരുന്നു. SDPIയുമായിട്ടാണ് CPM സഖ്യം ചെയ്തിരിക്കുന്നത്. PDP അവരുമായി പരസ്യമായ സഖ്യമാണ്. വോട്ടുകൾ ആരുടേതായാലും വിലപ്പെട്ടതാണ്. വെൽഫെയർ പാർട്ടിയുടെ വോട്ടുകൾ പ്രാദേശികമായി UDFന് കിട്ടിയിട്ടുണ്ട്. മുന്നണിയുടെ കെട്ടുറപ്പും ഐക്യവും ഭദ്രതയൊക്കെ നിലനിർത്താൻ അതിലെ ഘടകകക്ഷികളായ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉത്തരവാദിത്വമുണ്ട്. UDFന്റെ നേതാക്കന്മാർ, അതിലെ വിവിധ ഘടകകക്ഷികളുടെ നേതാക്കന്മാരൊക്കെ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ അത്യാവശ്യം അവരിയ്ക്കുന്ന സ്ഥാനത്തെക്കുറിച്ചെങ്കിലും ഒന്ന് ഓർമ്മയാവണം. നമ്മൾ കൂടുതൽ ഐക്യവും കെട്ടുറപ്പൊക്കെ ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തേണ്ടുന്ന ഒരു അവസരമാണിത്. അഷ്കർ അലി കരിമ്പയാണ് ചേരുന്നത്. അഷ്കർ, ജമാഅത്തെ വിഷയത്തിൽ ഉൾപ്പെടെ എന്താണ് ലീഗിന്റെ നിലപാട്? കൃത്യമായി തന്നെ അതുപോലെ കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപക്വമായ പ്രസ്താവനകളൊക്കെ ദോഷം ചെയ്യുമെന്ന മട്ടിലാണല്ലോ PMA സലാം പ്രതികരിച്ചിരിക്കുന്നത്. അഭിനേത, കഴിഞ്ഞ കുറെ കാലങ്ങളായി തന്നെ കോൺഗ്രസിലുള്ള പടലപ്പിണക്കങ്ങളിൽ വലിയ അതൃപ്തിയാണ് മുസ്ലിം ലീഗിനുള്ളത്. അത് ആദ്യഘട്ടത്തിൽ VD സതീഷനും രമേശ് ചെന്നിത്തലും, അല്ലെങ്കിൽ VD സതീഷനും K സുധാകരൻ, അത് കഴിഞ്ഞ് ഇപ്പോൾ വന്ന KPCC പ്രസിഡന്റും അതുപോലെ തന്നെ അടൂർ പ്രകാശ് അടക്കമുള്ള പ്രസ്താവനകൾ, അതിനെ എതിർത്തുകൊണ്ടുള്ള VD സതീഷിനെയും രമേശ് ചെന്നിത്തലയും പ്രസ്താവന, അങ്ങനെ വ്യത്യസ്ത വിഷയങ്ങളിൽ കോൺഗ്രസിലെ നേതാക്കൾ സ്വീകരിക്കുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങൾ, അവർ തമ്മിലുള്ള പഠനപ്പിണക്കങ്ങൾ, അവർ തമ്മിലുള്ള ഐക്യമില്ലായ്മ, ഇതൊക്കെ തന്നെ എല്ലാ കാലത്തും മുസ്ലിം ലീഗിനെ അലട്ടുന്ന വലിയ വിഷയമാണ്. പലപ്പോഴും AICC നേതൃത്വത്തോടക്കം ഇത് പരോക്ഷമായും പ്രത്യക്ഷമായും പരാതി പറയുന്ന ഒരു നിലപാട് മുസ്ലിം ലീഗ് നേതൃത്വം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലയളവിലടക്കം ഇത്തരത്തിൽ നേതാക്കൾ പരസ്പരം തള്ളിക്കൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നതിലൊക്കെ തന്നെ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് വലിയ അമർഷമുണ്ടായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ആ അമർഷം പരസ്യമാക്കുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള PMA സലാം. ഇത്തരത്തിലുള്ള അപക്വമായ പ്രസ്താവനകൾ നേതൃത്വം നടത്തരുത്. പ്രത്യേകിച്ച് മുന്നണിയാണെങ്കിലും ഘടകകക്ഷിയുള്ളവരാണെങ്കിലും അത് ഐക്യവും കൂട്ടുറപ്പും ഉണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന സമയമാണ്. ആ സമയത്ത് ഇത്തരത്തിൽ അനൈക്യമോ അപക്വമായിട്ടുള്ള പ്രസ്താവന നടത്തുന്നതാണ് ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ നടത്തുന്ന പരാമർശം. കൃത്യമായി കോൺഗ്രസിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് PMA സലാം അത്തരമൊരു രൂക്ഷ വിമർശനം ഉയർത്തുന്നത്. ശരി, അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്.